ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിലൂടെ നമുക്ക് നൽകിയ ശ്രേഷ്ഠതയും ബഹുമതിയും ബഹുമാനവും അതുവഴി നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും പഠിച്ചറിഞ്ഞ് ഗൗരവം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം എന്ന് എന്നോടും നിങ്ങളോടും സഗൗരവം ഉണർത്തുകയാണ്. ഒരു വിദ്യാഭ്യാസ വർഷത്തിൻ്റെ ആരംഭത്തിൻ്റെ തൊട്ട് തലേന്നാണ് ഇപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇബ്രാഹിം നബിയുടെ ചരിത്രവും സംഗതികളും ഒക്കെ മെമ്പറുകളിൽ സഗൗരവം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഈ ദിവസവും കടന്നു പോകുന്നത്. എന്നാൽ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ചില സംഗതികൾ ഈ അക്കാദമിക വർഷത്തിൻ്റെ തൊട്ട് തലേന്ന് പറയേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഓതി വെച്ച ഈ ആയത്ത് നമുക്ക് സുപരിചിതമാണ്. അതിനു മുമ്പ് വലഖദ് കറംനാ ബനി ആദം സന്തതികൾക്ക് നാം അങ്ങേയറ്റത്ത് ബഹുമാനം കറാമത്ത് നൽകിയിരിക്കുന്നു. ഒരുപാട് സൃഷ്ടികളുണ്ടല്ലോ പടച്ചതമ്പുരാൻ. അവരിൽ അള്ളാഹു നമ്മയാണ് ശ്രേഷ്ഠരാക്കിയത്, നമ്മയാണ് ബഹുമാനിച്ചത്, നമ്മയാണ് ആദരിച്ചത്. എന്താണ് ആ ആദരവിന്റെ കാരണം എന്ന് പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കാറില്ല. അള്ളാഹുവിന്റെ ഉത്കൃഷ്ടരായ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾക്ക് മീതെ അള്ളാഹു മനുഷ്യനെ ഈ ബഹുമാനം നൽകാൻ എന്താണ് കാരണം? ഇവിടെ നമ്മൾ നന്നായി ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. മുസ്ലിം സമൂഹം അവിടെ നിന്ന് വേണം അവരുടെ ദിശ നിർണയിച്ച് മുമ്പോട്ട് പോകാൻ. വിദ്യാഭ്യാസം എന്നത് എല്ലാവരുടെയും ചർച്ചാ വിഷയമാണ്. അതിന് പഴയ പോലെ ക്ലാസ് എടുക്കുകയോ വഴങ്ങു പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കാലഘട്ടത്തിൽ സമുദായത്തിൻ്റെ മക്കളെ സ്കൂളിൻ്റെ പടി കയറ്റാൻ പൂർവികരായ ആളുകൾ സഹിച്ച ത്യാഗം വല്ലാത്തതാണ്. അവർ കാണിച്ച ഹിക്മത്ത് അപാരമാണ്. അവർ അതിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ വിവരിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയില്ല. ഇന്ന് അങ്ങനെ ഒരു ജിഹാദിന്റെ ആവശ്യമില്ല. പക്ഷെ പലപ്പോഴും എന്തിനാണ് പഠിക്കുന്നത് എന്നും എന്താണ് പഠിക്കേണ്ടത് എന്നും എന്താണ് പഠിച്ചവരുടെ ഉത്തരവാദിത്വമെന്നും പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നും
മറന്നുപോയ ഒരവസ്ഥ മുസ്ലിം സമുദായത്തിന് പലപ്പോഴും ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ ചരിത്രം വായിച്ച് നമ്മൾ ഊറ്റം ഞങ്ങളായിരുന്നു മുമ്പിൽ. എന്റെ പൂപ്പാക്കർ ആരണ്ടാർന്നു എന്ന് പറയുന്നതിൽ അർത്ഥമാണുള്ളത്. നമ്മളിപ്പോഴും പറയും നമ്മളായിരുന്നു തുടങ്ങി വെച്ചത്. പക്ഷെ നമ്മൾ പുറകിൽ പോയത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്നു. തെളിമയാർന്ന ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിനെ മുമ്പോട്ട് വെക്കാറുള്ളത്. പഠിപ്പും വിവരവുമുള്ള ആളുകൾ മൃഗങ്ങളെക്കാൾ തോന്യാസികളായി, നിന്ദ്യനായി, അപഹാസ്യനായി റോഡരികിൽ വീട് കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പുഴുക്കളെ പോലെ ചത്തുപോകുന്നത്. വിദ്യാഭ്യാസത്തിൽ എവിടെയോ അവർക്ക് പേച്ചു പോയത് കൊണ്ടാണത്. അവർക്ക് ഡിഗ്രി ഇല്ലാഞ്ഞിട്ടല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദ്യ പിതാവിനെ പടക്കുന്ന രംഗം വർണ്ണിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ അതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഒരു ഖലീഫയെ ഞാൻ നിശ്ചയിക്കാൻ പോകുന്ന ഭൂമിയിൽ, എന്റെ ഖലീഫയെ. ഈ പറയുന്നത് ഉത്കൃഷ്ടരായ ഒരു കൂട്ടം ആളുകളോടാണ്, അള്ളാഹുവിന്റെ ഉത്കൃഷ്ട സൃഷ്ടികളോടാണ്. എന്തിനാണ് പടച്ച തമ്പുരാനെ ഈ വഴക്കുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന, അങ്ങനെ ഒരു കലാപം മാത്രം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളെ നീ അവിടെ സൃഷ്ടിച്ച് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത്? ഞങ്ങളുണ്ടല്ലോ, തസ്ബീഹും തഹ്മീദും ഒക്കെ നടത്താൻ ഞങ്ങളില്ലേ? ആരാധനകൾ അർപ്പിച്ചുകൊണ്ട്, നിന്നെ സ്തുതിച്ചുകൊണ്ട്, നിനക്ക് സ്തുതിഗീതങ്ങൾ ഓതിക്കൊണ്ട് ഒരു വർഗം കണക്കറ്റ എണ്ണമറ്റ സൃഷ്ടിജാലങ്ങൾ ഞങ്ങളുണ്ടല്ലോ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതല്ല മനുഷ്യനെ ഏൽപ്പിച്ചത്. അതല്ല എന്ന് പറയുമ്പോൾ അതില്ല എന്നല്ല, അത് മാത്രമല്ല മനുഷ്യകുലത്തെ ഏൽപ്പിച്ചത്. എന്നിട്ട് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിദ്യാഭ്യാസം എന്ന് നൽകുന്നത് മാനവകുലത്തിന് അല്ലാഹുവിൽ നിന്ന് നേരിട്ട് ലഭിച്ച ഒരു സംഗതിയായി അവിടെ പരാമർശിക്കുന്നു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലമ അല്ലാഹു തന്നെ പഠിപ്പിച്ചു കൊടുത്തു. അൽ അസ്മാഅ, നാമങ്ങൾ എന്നാണ് അതിന്റെ ഭാഷാർത്ഥം. കുല്ലഹ, എല്ലാ പേരുകളും എന്നേ അർത്ഥം വെക്കാൻ നിവൃത്തിയുള്ളൂ, എഴുതുമ്പോഴും പറയുമ്പോഴും. പക്ഷെ അതിന് വിശാലമായ ഒരു അർത്ഥതലമുണ്ട്. ഇതാണ് ഇതര സൃഷ്ടികളിൽ നിന്ന് മനുഷ്യരെ വേറിട്ട് നിർത്തുന്നത്. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നേരിട്ട് ലഭിച്ച ചില സംഗതികൾ, ചില അനുഗ്രഹങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവനെ പഠിപ്പിക്കുക എന്ന ഒരു ദൗത്യം നിർവഹിച്ചു. മനുഷ്യൻ മാത്രമാണ് സ്വയം ആർജിച്ചെടുത്ത ഈ അറിവ് വികസിപ്പിക്കുകയും ആ അടുത്ത തലമുറക്ക് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ അതിനെ കാത്തു സൂക്ഷിക്കുകയും അതിനെ സംഭരിച്ചു വെക്കുകയും എന്നിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും പിന്നോട്ടും ഒക്കെ ചിന്തിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് നൂതനമായ പുതിയ സംഗതികൾ കണ്ടെത്തുകയും ചെയ്യാനുള്ള കഴിവുള്ള അള്ളാഹുവിന്റെ ഏക സൃഷ്ടി. ഇതാണ് ആ കറാമത്ത്. ഇതുള്ളവരാണ് മനുഷ്യർ. നമുക്ക് ആ ബോധമുണ്ടാവാറുണ്ടോ? മറ്റുള്ള സൃഷ്ടിജാലങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വേറിട്ട് നിൽക്കുന്നത് എന്ന് വല്ലാത്തൊരു സ്വഭാവമാണിത്. ഈ സ്വഭാവമാണ് ഇങ്ങനെ മനുഷ്യന് വളർന്നു വലുതാവാനുള്ള മനുഷ്യന്റെ ശേഷിയെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ധിക്കാരിയായ ഇബ്ലീസ് മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കാതിരുന്നത്. ഇബ്ലീസിന്റെ ബോധ്യമായത് ഈ വരാൻ പോകുന്ന സൃഷ്ടി എന്ന് പറയുന്നത് വല്ലാത്ത കഴിവുള്ള ഒരു സംഗതിയാണ് എന്ന് ഇബ്ലീസിന് ബോധ്യം വന്നിരുന്നു. പക്ഷെ മനുഷ്യർക്ക് ബോധ്യം വരുന്നില്ല. അതുകൊണ്ട് കേവലമായ നാമങ്ങളല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ പഠിപ്പിച്ചത് എന്ന് വ്യക്തമാണ്. വ്യാപകമായ അർത്ഥ സാധ്യതകളുള്ള ആ ആയത്തുകൾ നിങ്ങൾ വിശാലമായി പഠിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഒരു സംഗതിയെ കിട്ടിയാൽ, അതിനെ ഒരു കൂട്ടം വസ്തുക്കളെ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം അറിവുകൾ കിട്ടിയാൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് വർഗീകരിച്ച് അതിനെ അനലൈസ് ചെയ്ത് അപഗ്രഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യസ്ത തട്ടുകളാക്കി തിരിച്ച് അതിൽ നിന്ന് പുതിയ സംഗതികൾ ഉണ്ടാക്കി അത് ഒരു വലിയ ശാഖയായി വളർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുപോകാൻ ഉള്ള വല്ലാത്ത വിശാലമായ ഒരു കഴിവ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സമ്മതിക്കാൻ മലക്കുകളോട് ആവശ്യപ്പെടുകയാണ്. ആദമിന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യണം, സമ്മതിക്കണം. ഇത്
മനുഷ്യന്റെ ഈ വലിയ പവറിനെ നിങ്ങൾ സമ്മതിക്കണം. അവർ അങ്ങനെ ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇബ്ലീസ് മാത്രം വിട്ടുനിന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു എന്താണോ പ്രോഗ്രാം ചെയ്തു വെച്ചത്, സൃഷ്ടിപ്പിൽ ആലേഖനം ചെയ്തു വെച്ചത്, അത് മാത്രം ചെയ്യാൻ മാത്രമേ മലായികത്തിനാവുകയുള്ളൂ. അവർക്ക് പുതിയതൊന്ന് പഠിച്ചെടുക്കുവാനോ അത് വികസിപ്പിച്ചെടുക്കുവാനോ പുതിയ കണ്ടെത്തലുകൾ നടത്തുവാനോ ഒന്നും സാധ്യമല്ല. അപ്പൊ അവരെക്കാൾ ഉത്കൃഷ്ടമായ ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് നമ്മൾ എത്ര പേർ ചിന്തിക്കാറുണ്ട്. നന്നായാൽ മലക്കുകളെക്കാൾ ഉയരുവാനും ചീത്തയായാൽ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോകുവാനും എന്ന വയറിൽ ഒരൊറ്റ സെന്റൻസിൽ അത് അമർത്തി വെക്കരുത്. ഇങ്ങനെ നന്നായി പഠിക്കണം. ആ മനുഷ്യനാണ് ഈ മൃഗത്തെ പോലെ നടന്നു പോകുന്നത്. ആ മനുഷ്യനാണ് ഉത്തരവാദിത്വം നിർവഹിക്കാതെ പഠനം എന്ന മേഖലയെ അവഗണിച്ചു പോകുന്നത്. അയാളാണ് പഠിക്കണം 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 എന്ന ഇസ്ലാമിന്റെ കൽപ്പനയെ പുറങ്കാലം കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹമേ, പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ കിതാബ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വല്ലാത്ത ഒരു സംഗതികളുണ്ട്. ആ സംഗതികൾ പഠിക്കണം എന്ന് തന്നെയാണ്. പഠനവും അധ്യാപനവും, അത്തഅല്ലും വത്തഅലീം, ഇത് രണ്ടുമില്ലാത്ത ഒരാളും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്ന് നമ്മിൽ എത്ര പേർക്കറിയാം? ഒന്നുകിൽ അവർ അധ്യാപകരായിരുന്നു, അല്ലെങ്കിൽ അവർ പഠിതാക്കളായിരുന്നു. ക്ലാസ് റൂമിനകത്ത് 4 ചുമരുകൾക്കകത്ത് ഇരിക്കാൻ മാത്രമാണ് പഠനം നടക്കുക എന്ന് ഇനിയെങ്കിലും ആളുകൾ പറയൂലല്ലോ. ഓരോരുത്തരുടെ കൈവെള്ളയിലും ലോകത്തിന്റെ വിജ്ഞാന സാഗരങ്ങൾ ഒന്നാകെ സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനങ്ങളുള്ളപ്പോ, ചെറിയ ചെറിയ ചിപ്പിനകത്ത് ലോകവിജ്ഞാനങ്ങൾ ഒന്നാകെ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോ, പഠനം എന്നത് ക്ലാസ് റൂമുകളിൽ, കലാലയങ്ങളിലും ക്ലാസ് റൂമുകളിലും മാത്രമാണ് എന്ന് ഇനി ആരും വിചാരിക്കരുത്. പഠിച്ചേ തീരൂ. ഏതുവരെ? മരണം വരെ ഞാനും നിങ്ങളും പഠിച്ചേ തീരൂ. അത് നമ്മളെ ഏൽപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ പഠനത്തിൽ എല്ലാ പഠനങ്ങളും നിലകൊള്ളുന്നു. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഉലമാക്കളാണ് എന്നൊരു പദപ്രയോഗമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇൽമ് എന്നതിന് സയൻസ് എന്ന അർത്ഥമുണ്ടല്ലോ, വിവരം. സയൻസിന് അറബിയിൽ പറയുക ഇൽമ് എന്നാണ്. ഉലമാ എന്നതിൽ സൈന്റിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ഏതൊക്കെ ശാസ്ത്ര വിഭാഗങ്ങൾ പഠിച്ചു പോകുന്നോ അവരൊക്കെയും ഉലമാക്കളാണ്. ആ ഇൽമ് പക്ഷെ എങ്ങനെ ആയിരിക്കണമെന്ന് അതൊക്കെ നമ്മൾ പഠിക്കുകയും വേണം. എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും നൂതനമായി വരുന്ന എല്ലാം ഇനിയിപ്പോ വന്ന ഈ കൃത്രിമ ബുദ്ധിയുടെ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചും ഒന്നും യാതൊരു ബോധവുമില്ലാതെയാണ് സമൂഹം ജീവിച്ചു പോകുന്നത് എങ്കിൽ അവർക്ക് നിലനിൽപ്പുണ്ടാവില്ല. ദൂഷ്യങ്ങളെ അകറ്റി നിർത്തുവാനും ഗുണങ്ങളെ സ്വീകരിക്കുവാനും കഴിവുള്ള ഒരവസ്ഥയുണ്ടാകുന്നത് പഠിക്കുമ്പോഴല്ലേ. അപ്പം പഠനം എല്ലാവരും ചെയ്യണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ ഓരോ സമൂഹത്തിന്റെ വിശ്വാസപരമായ ജീർണതകളിൽ നിന്നും സാംസ്കാരികമായ ചുതികളിൽ നിന്ന് രക്ഷപ്പെട്ട് തനിച്ചിരിക്കുന്നിടത്താണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് എന്നോതി കൊടുത്തത്. എന്താണ്? ഒരു പ്രവാചകന്റെ 6000 ചില്ലാനം ആയത്തുകളുള്ള ഒരു വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ ഉദ്ഘാടനം എന്നതുകൊണ്ട് അല്ലാഹു നിർവഹിച്ചത്. ഇനി നിങ്ങൾ ഞാൻ തുടങ്ങി വെച്ച ആയത്തിലേക്ക് തിരിച്ചു പോവുക. എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? മനുഷ്യവർഗത്തിന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശാലമായ ഒരു കഴിവുണ്ട്, അങ്ങേയറ്റത്തെ ഒരു ശക്തിയുണ്ട്, പവറുണ്ട്. ആ പവറിനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. നിങ്ങൾ പഠിക്കണം, വായിക്കണം എന്നാണ് അതിന്റെ നേർക്കുനേർ അർത്ഥം എന്ന് ഞാൻ മറന്നു കളയുന്നില്ല. പക്ഷേ എന്ന വാക്കിന് എമ്പാടും അർത്ഥങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്ന വാക്ക് ഓതുക എന്നൊരർത്ഥം മാത്രമല്ല അതിനുള്ളത്.
ഓതുക എന്നല്ല, അർത്ഥം വായിക്കുന്ന വാചകങ്ങൾ എന്താണ് അത് പറയുന്നത് എന്ന് മനസ്സിലേക്ക് ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് ഖറഅ എന്ന് പറയാവൂ എന്ന് ആ ഭാഷയുടെ അർത്ഥം. നമ്മളിപ്പോ ഇങ്ങനെ വായിക്കുന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇംഗ്ലീഷ്, ഹിന്ദി, അറബി അങ്ങനത്തെ അന്യഭാഷകൾ ഇങ്ങനെ വായിക്കാറുണ്ട്. അവർക്ക് ഒരു ചുക്കും മനസ്സിലാവാറില്ല പലർക്കും. പക്ഷെ ആ പുസ്തകം വായിക്കുന്നു എന്ന് നിങ്ങൾ പറയരുത്, ഖറഅ എന്ന് പറയരുതെന്ന. അവിടെ തല എന്ന് പറഞ്ഞോളൂ, ഓതുന്നു എന്ന് വേണമെങ്കിൽ. ഖറഅ എന്ന് പറയണമെങ്കിൽ ആ വായിക്കുന്നത് എന്താണ് എന്ന് അതിന്റെ ആശയം മനസ്സിലേക്ക് ഇങ്ങനെ കയറണം. എന്നതിന് അവിടെ വെച്ച് നിങ്ങൾ അർത്ഥം പറഞ്ഞു തുടങ്ങണം. പിന്നെ ഒരു വാക്ക് വായിക്കുന്ന ഒരു സെന്റൻസ്, ആ സെന്റൻസിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന എന്താ പറയാ, പ്രത്യക്ഷത്തിൽ കാണാത്ത കുറെ അർത്ഥതലങ്ങൾ ഉണ്ടാകുമല്ലോ, ഒളിപ്പിച്ചു വെച്ച ഗോപ്യമായി കിടക്കുന്ന ആ സംഗതിയെ മനസ്സിലാക്കിയെടുക്കൽ എന്ന് അർത്ഥം പറയണം. എന്നർത്ഥം പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് പറയുമ്പോൾ ഡിക്ഷണറിയിൽ കാണുന്ന എല്ലാ അർത്ഥവും നിങ്ങൾ അതിന് സങ്കല്പിക്കണം. എന്നിട്ട് പഠിക്കണം, മനനം ചെയ്യണം, ചിന്തിക്കണം. അങ്ങനെയുള്ളൊരവസ്ഥ. എങ്ങനെയാണ് പഠനം വഴിതെറ്റാതിരിക്കേണ്ടത്? ആ പഠനം ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നർത്ഥം നിൽക്കണം. അള്ളാഹുവിന്റെ നാമത്തിലാവണം, അള്ളാഹുവിനെ കണ്ടെത്താനാവണം. ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥി എന്തൊക്കെ പഠിച്ചാലും ശരി, അയാൾ ആ ഫിസിക്സിലൂടെ കടന്നു പോകുമ്പോൾ ഗ്രാവിറ്റേഷൻ, അട്രാക്ഷൻ തിയറി പഠിക്കുമ്പോഴും ഇനിയുള്ള സംഗതികളെ കുറിച്ച് പഠിക്കുമ്പോഴും ബിഗ് ബാങ് തിയറിയെ കുറിച്ച് പഠിക്കുമ്പോഴും ഒക്കെ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ച വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അങ്ങനെ തന്നെ പറഞ്ഞു വെക്കുന്നത് കണ്ടെത്താനാവണം. അഫറഅയ്തുമുൽ മാഅ അല്ലതീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ എന്ന ആയത്ത് എനിക്കും നിങ്ങൾക്കുമല്ല. കെമിസ്ട്രിയുടെ വലിയ വലിയ പാഠങ്ങൾ പഠിക്കുന്ന ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും സംയോജിപ്പിച്ച് വെള്ളമുണ്ടാകുന്നു എന്നത് സയന്റിഫിക്കായി ആളുകളോട് പ്രസംഗിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ അഫറഅയ്തുമുൽ മാഅ അല്ലതീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. 15 ദിവസം മുമ്പ് ഞാനും നിങ്ങളുമൊക്കെ മഴയ്ക്ക് വേണ്ടി കരഞ്ഞ് പറയുകയായിരുന്നു. ആ കരഞ്ഞ് പറയുമ്പോഴും ബുദ്ധിരാക്ഷസന്മാരായ ആളുകൾ, ദൈവനിഷേധികളായ ആളുകൾ, ശാസ്ത്രത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടതും വലതും ഉണ്ടായിരുന്നു. ആളുകൾക്ക് അറിയാം, കത്താൻ സഹായിക്കുന്ന ഓക്സിജനും കത്തുന്ന ഹൈഡ്രജനും ചേർന്നാൽ ഈ തീയെക്കെടുക്കുന്ന വെള്ളമുണ്ടാകുമെന്ന് അവർ വലിയ വായിൽ പറയാറുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ലാബിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും അങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്കാവുമോ എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ ആയിട്ടില്ല. അഫറഅയ്തുമുൽ മാഅ അല്ലതീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. ചരിത്ര വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ആദം നബി അലൈഹിസ്സലാമിന് ശേഷം തൊട്ടുവന്ന നൂഹ് നബി അലൈഹിസ്സലാമയുടെ പെട്ടകം, നൂഹിന്റെ പെട്ടകം എവിടെയാണുള്ളത് എന്ന് ജൂദി പർവ്വതത്തിന്റെ മുകളിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സമ്മതിച്ചപ്പോ, കൃത്യമായി പറഞ്ഞപ്പോ, ജൂദി പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ അതിന്റെ അവശിഷ്ടം കണ്ടെടുത്തത് ഗൂഗിളിൽ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും, ചിത്രസഹിതം. ഫറോവയുടെ ജഡം പിൻകാലക്കാർക്ക് ആയത്തായി തെളിവായി അവശേഷിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് വിടലുകൾ പഠിക്കുന്ന ആളുകളാണല്ലോ. ഏതെങ്കിലും ചരിത്ര നായകന്മാരായ ആളുകൾ എഴുതി വെച്ച പ്രഖ്യാപനങ്ങൾ സത്യമായി ഇന്നുവരെ തുടർന്നിട്ടുണ്ടോ? ഇല്ല. പരാജയപ്പെട്ട് പമ്പ കടന്നുപോയ ചരിത്രമേ ഉള്ളൂ. മോറിസ് ബുക്കായിയെ പോലെയുള്ള ബുദ്ധിരാക്ഷസന്മാരായ ആളുകളെ ഇസ്ലാമിലേക്ക് വഴി നടത്തിയ ജഡം ഇന്നും അവിടെയില്ലേ? അപ്പൊ ഓരോ ശാസ്ത്ര സാങ്കേതിക വിദ്യക്ക് ചുവട്ടിൽ നിന്നുകൊണ്ട് പഠിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. മനുഷ്യ അസ്തിത്വത്തിന്റെ സവിശേഷത ഈ പഠനവും ചിന്തയും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിൽ നിന്ന്, സിദ്ധാന്തത്തിൽ നിന്ന്, ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ഗർഭാശയ ഭിത്തികളിൽ ഒട്ടി നിൽക്കുന്ന അവസ്ഥ, അതിൽ നിന്ന് തന്നെയാണ് ഈ
5416 സസ്തനി വർഗങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ഈ 5416 നിന്ന് മനുഷ്യനുള്ള സവിശേഷത എന്ത്? ഈ പഠനവും സംഗതിയുമാണ്. പേന കൊണ്ടെഴുതാൻ പഠിപ്പിച്ച വിവരങ്ങൾ ശേഖരിച്ചു വെക്കാനും വിവരങ്ങൾ പിൻതലമുറക്ക് ബാക്കി വെക്കാനും ആ വിവരങ്ങളിൽ നിന്ന് അടുത്ത തലമുറക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിപ്പോവാനും തൊട്ടടുത്ത് വരും തലമുറക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിപ്പോവാനുമുള്ള വഴിയൊരുക്കാൻ പറ്റാവുന്ന ലിഖിത രൂപത്തിൽ വിവരങ്ങളെ ശേഖരിച്ചു വെക്കാനുള്ള അപാരമായ കഴിവ് മനുഷ്യന് മാത്രമുള്ളതാണ്. ഇതൊക്കെയുള്ളവരാ ഞാനും നിങ്ങളും. ഇതിന്റെയൊക്കെ ഭാഗമാവേണ്ടവരാ ഞാനും നിങ്ങളും. പേരിന് വാപ്പിയും പറഞ്ഞേക്കുമ്പോ സ്കൂളിലേക്ക് പോവുക, എന്നിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഈ സർക്കാരുകളുടെ തലതിരിഞ്ഞ നിയമം അനുസരിച്ച് ഇങ്ങനെ ഒഴുക്കിലിങ്ങനെ 12ാം ക്ലാസ് വരെ പോവുക, എന്നിട്ട് ഇങ്ങനെ അവിടെ നിന്ന് അവസാനം തോറ്റു മുന്നോട്ട് പോവുക, എന്നിട്ട് ഓവാൽത്തുമ്പോൾ മൊബൈലിൽ കളിച്ചേക്കുക. ഇതല്ലല്ലോ അള്ളാഹു ഈ പറയുന്നതൊന്നും. അമ്മാതിരി മണ്ടൻ തീരുമാനമുണ്ടാക്കിയ ആളുകൾ തിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. വളരെ ആശ്വാസകരമായ വാർത്തകൾ സർക്കാർ തലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അല്പമൊക്കെ പ്രയാസം ഉണ്ടാവുമെങ്കിലും കടന്നു കയറാൻ. ഒന്നിനും കൊള്ളാത്തൊരു തലമുറ സൃഷ്ടിക്കുന്ന ഈ വികലമായ പഠന രീതിയിൽ നിന്ന് നേരിയ ഒരു മാറ്റം കാണുന്നു. പഠിക്കുക എന്നത് വല്ലാത്ത ഒരു അള്ളാഹുവിന്റെ കൽപ്പനയുടെ ഭാഗമായി ഏറ്റെടുക്കണം. അല്ലെങ്കിൽ നമ്മളും മൃഗവും തമ്മിൽ എന്താ വ്യത്യാസം? എന്ന് പറഞ്ഞല്ലോ ഉറുദു കവി. മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വിജയിക്കുന്നതാക്കുന്നത് ഇൽമാണ്. ഇൽമില്ലെങ്കിൽ മൃഗമാകും. എന്താ വ്യത്യാസം? മൃഗങ്ങളെ പോലെ മനുഷ്യൻ നടക്കുന്നത് കാണുന്നില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ആയത്തുകളിലൊക്കെയും നമ്മൾ മതപരമായി പഠിക്കണം, മതമല്ലാത്തതും പഠിക്കണം എന്ന ധ്വനിയുണ്ട് എന്ന് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിവരമുള്ളവരെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പലയിടങ്ങളിൽ പുകഴ്ത്തി പറയുന്നു. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായിക വ ഉലുൽ ഇൽമ്. വിവരമുള്ളവർക്കാണ് അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് സമ്മതിക്കുവാനും സാക്ഷ്യപ്പെടുത്തുവാനും സാധിക്കുക. ഉലുൽ ഇൽമ്, ആ ഇൽമേത അള്ളാഹുവുമായി ചേർത്ത് പഠിക്കുന്ന ഇൽമാണ്. നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും വിദ്യാർത്ഥി സമൂഹം അള്ളാഹുവിലേക്ക് എത്തുന്ന രൂപത്തിൽ അതിനെ മാറ്റണം. പടച്ചതമ്പുരാനിൽ നിന്ന് അകന്നു പോകുന്ന രൂപത്തിലുള്ള പഠനങ്ങൾ ഏതുമില്ല. കാരണം ഇതിന്റെ ഉത്ഭവം പടച്ചതമ്പുരാനിലാണ്. നിങ്ങൾ മര്യാദക്കാണ് പഠിച്ചു പോകുന്നത് എങ്കിൽ ഒരിക്കലും ദൈവനിഷേധികളായിക്കൂടാ. ദൈവനിഷേധികളാകുന്നുവെങ്കിൽ ധിക്കാരത്തിന്റെ ഭാഗമാണത്. ഇബ്ലീസിന്റെ സ്വഭാവമുള്ളത് കൊണ്ടാണത്. ഇബ്ലീസിന് സമ്മതിക്കാതെയാണ് പുറത്തുപോയത്. ഏത് മനുഷ്യന്റെ ഈ ഉത്കൃഷ്ടഭാവത്തെ തള്ളിപ്പറഞ്ഞാണ് ഇബ്ലീസ് പുറത്തുപോയത്. ആ ഇബ്ലീസിന്റെ അനുയായികളായി വിദ്യാഭ്യാസ സമൂഹത്തിൽ വിദ്യാർത്ഥികൾ മാറരുത്. വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒരുപോലെയാകുമോ? ഗൗരവമുള്ള ചോദ്യം പടച്ചതമ്പുരാൻ ചോദിക്കുന്നു. ബുദ്ധിയുള്ളവർ മാത്രമാണ് ആലോചിച്ച് മനസ്സിലാക്കുന്നത്. ഈ ബുദ്ധി നമുക്ക് എല്ലാവർക്കും അല്ലാഹു തന്നിട്ടുണ്ട്. വിവരമുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കും വിവരമുള്ളവർക്കും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവാത്ത വിവരമുള്ളവർക്കും വലിയ വലിയ ദറജകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ, പടച്ചതമ്പുരാൻ ഏകനാണെന്നതിന്റെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു ഉണ്ട് എന്നതിനെ സമ്മതിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള പഠനത്തിലൂടെയാണ് ഞാനും നിങ്ങളും മുമ്പോട്ട് പോകേണ്ടത്. അങ്ങനെയുള്ള പഠനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും മൈൻഡ് ചെയ്യരുത്. അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനാണ്. പഠിച്ചിട്ടും എന്താവും കാര്യം? ഈ പഠനമൊക്കെ നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് തിരിഞ്ഞാൽ അവിടെയല്ലേ പിന്നെ സുഖകരമായ ദുന്യാവുണ്ടാവുക.
അങ്ങനെയുള്ള ഒരു ഓതിക്കൊടുക്കലുകൾ സമൂഹത്തിലുണ്ട്. പക്ഷെ അവിടെയൊക്കെ വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ഹദീസ് നിങ്ങൾ മനസ്സിൽ വെക്കണം. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരാൾ, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രമാണ് അതുള്ളത്. ഈ ഒരു അവസ്ഥയിൽ നമ്മളെ പഠനം എന്ന് പറയുമ്പോൾ ഞാൻ ആവർത്തിക്കുന്നു, വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, സൂറത്ത് ഹൂദിൽ, ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ. നിങ്ങൾ അല്ലാഹു ഭൂമിയിലേക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസപ്രകാരം അവർ ഇതിനൊക്കെ എതിരാണ്. ഭൂമി എന്ന് പറയുന്നത് ഈ വിവരവും അവരുടെ ആശയം തമ്മിലൊന്നും പഠിച്ചു നിങ്ങൾ. അവർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്ന കനിയും ഈ വിവരവും തമ്മിൽ ചേർത്ത് ബന്ധിച്ച് അതിന്റെ ശത്രുക്കളായി നിൽക്കുന്ന അവസ്ഥയാണ് ശരിക്കും അവർക്കുള്ളത്. പിന്നെ ഈ ദുനിയാവ് എന്നത് ഭൂമിയെ ശത്രുവായി കാണുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഇസമാണ് അവരുടേത്. പാപത്തിന്റെ ഫലമായി നമ്മൾ വരേണ്ടി വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ പടക്കുന്നതിന് മുമ്പേ മലക്കുകളോട് പറഞ്ഞ എന്താ? ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഫിൽ അർളി ഖലീഫ. ഭൂമിയിലേക്കാണ് നമ്മൾ അല്ലാഹു സൃഷ്ടിക്കാൻ നിയോഗിച്ചത്, തീരുമാനിച്ചത്. പിന്നീട് മനുഷ്യന്റെ ഒരു സ്വഭാവം, ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചില വിധികളും വിലക്കുകളും ഉണ്ടാകും. ആ വിലക്കുകളിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന ഒരു ശക്തിയും ഒരു ദുശക്തിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇബ്ലീസ് എന്ന് പേരിട്ട് വിളിക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ അവകാശികളാണ്. ആ സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ തൽക്കാലം പുറത്താക്കുന്നു. ഇനി നിങ്ങൾ ഈ പരീക്ഷണത്തിൽ ദുനിയവിയായ ജീവിതത്തിൽ ഇബ്ലീസിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഒരു മനസ്സുമായി തിരിച്ചു വന്നാൽ നിങ്ങളുടെ ഈ തറവാട്ടിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്വർഗം നഷ്ടപ്പെടും. ഇഖ്തിയാറോടുകൂടി പറഞ്ഞു വെച്ചു നമ്മളെ രണ്ടിനും പറ്റാവുന്ന ഒരവസ്ഥയിൽ. ഇവിടെ നിങ്ങളെയാണ് ഇതിന്റെ ഇസ്തിഅമാർ അല്ലാഹു ഏൽപ്പിച്ചത്. ഈ ഭൂമി കേടുകൂടാതെ വാസയോഗ്യമാക്കി അതിന്റെ മറ്റുള്ള ആളുകൾക്ക് കാലാകാലങ്ങൾ ജീവിക്കാൻ പറ്റിയ പുരോഗതി ഈ ഭൂമിയിൽ ഉണ്ടാക്കേണ്ടത് നമ്മളാണ്, മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അതിന് പറ്റാവുന്ന എല്ലാ സംഗതികളും ആർജിച്ചെടുക്കണം. അറബി കോളേജിൽ അറബി ഭാഷ പഠിച്ചു പോകുന്ന ആളുകൾ മാത്രം ദീനുമായി ബന്ധമുള്ള ആളുകൾ, ഞങ്ങൾ ഈ ആർട്സ് കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജുകളിലും ബാക്കിയുള്ള IT മേഖലയിലും പോകുന്നവരൊക്കെ ഞങ്ങൾക്ക് അതിലൊന്നും ബാധ്യതയില്ല. അങ്ങനെയല്ല. വസ്താമറക്കും ഫീഹ, നിങ്ങളെ എല്ലാവരും ഈ പറയുന്ന സകല വിജ്ഞാന പാതയിലൂടെ പോകുന്നവരെയും ഈ ഡ്യൂട്ടി അല്ലാഹു ഏൽപ്പിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഇത് ചെയ്യണം എന്ന് അല്ലാഹുവിന്റെ മതം നമ്മോട് പറയും. അൻതും അഅലം ബിഉമൂരി ദുനിയാകും. മദീനയിലെ ഈന്തപ്പനയുടെ പരാഗണം നടത്തുന്ന സഹാബത്തിനോട് പ്രവാചകം അല്ലാഹു തീരുമാനിച്ചാൽ ഉണ്ടാവില്ല. നിങ്ങളെന്തിനാ അപ്പം ഇങ്ങനെ അതിന്റെ മുകളിൽ കയറി ഇടങ്ങറുണ്ടാക്കണം? എത്ര പ്രയാസം നിങ്ങൾ കണ്ടിട്ടില്ല? ആ ജോലി മദീനയിലേക്ക് പോകുമ്പോൾ കുറച്ച് പ്രയാസമുള്ള ജോലി തന്നെയാണ്. ആ വർഷം വിളവുണ്ടായില്ല. റസൂലുള്ളാഹി ഒരു നയം പറഞ്ഞു കൊടുത്തു. ആ നയത അൻതും അഅലം ബിഉമൂരി ദുനിയാകും. ഈ വിഷയങ്ങൾ എനിക്കല്ല കൂടുതൽ അറിയുക, നിങ്ങൾക്കാണ്. അപ്പൊ ഈ പറയുന്ന ഒരുപാട് ടെക്നോളജിയുടെ ഒരുപാട് സംഗതികൾ, ഒരുപാട് മേഖലകൾ, ആ മേഖലകൾ പ്രാവീണ്യം നേടിയ ഉലമാക്കൾ അവിടെയും ഉണ്ടാവണം എന്നാണ് അള്ളാഹുവിന്റെ മതം തന്നെ നമ്മളെ ഏൽപ്പിച്ചത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും തകർക്കാനാവാത്ത ഒരു ശക്തിയായി മുമ്പിൽ നിൽക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എന്ന ആയത്ത് ഞാൻ ആവർത്തിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ശക്തി സംഭരിച്ചു വെക്കണം. ആ ശക്തിയിൽ വിദ്യാഭ്യാസം 1, ആധുനികമായ രാഷ്ട്രീയം 2 എന്നിടത്ത് എന്ന പാഠവും പഠിക്കണം. ഒരു രാജ്യത്ത് ജീവിച്ചു മുമ്പോട്ട് പോകുമ്പോൾ അനിവാര്യമായ 2 സാധനങ്ങളാണ് എന്ന് പണ്ട് ഉൽപ്പതിഷ്ണുക്കളായ നവോത്ഥാന നായകന്മാരായ സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ഈ മുദ്രാവാക്യം മുമ്പോട്ട് വെച്ച് മുസ്ലിം ഉമ്മത്തിനോട് കണ്ണു തുറന്ന് നടക്കാൻ ഇന്ത്യ മഹാനായിട്ട് ആവശ്യപ്പെട്ടത്.
ആധുനിക വിദ്യാഭ്യാസം, ആധുനിക രാഷ്ട്രീയം, ഈ രണ്ട് മുദ്രാവാക്യത്തിൽ മുമ്പോട്ട് പോകണമെന്ന്. ഇത് രണ്ടും അള്ളാഹുവിന്റെ മതം നമ്മളെ ഏൽപ്പിക്കുന്നതാണ്. എന്ന ആയത്തോതുമ്പോ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെന്ന് സൂചിപ്പിക്കുന്നത്. മുൻഗാമികൾ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് അവരുണ്ടാക്കിയിരുന്ന മദ്രസകളില് പിന്നെ ആ മദ്രസകൾ പിന്നീട് യൂണിവേഴ്സിറ്റികളായി മാറുകയായിരുന്നു. ക്രിസ്തുവർഷം 830 ബൈത്തുൽ ഹിക്മ വന്നപ്പോ, 859 ക്രിസ്തുവർഷം അൽ ഖറവീൻ വന്നപ്പോ, ക്രിസ്തുവർഷം 970 അൽ അസ്ഹർ ഉണ്ടാകുമ്പോ, അൽ അസ്ഹർ പള്ളിയുടെ ഒരു തൂണിൽ തുടങ്ങിയതാണ്. അൽ അസ്ഹർ സർവകലാശാല ഒരു പള്ളിയുടെ തൂണിൽ, പള്ളികളിൽ നിന്നുണ്ടാകുന്ന, മദ്രസകളിൽ ഉണ്ടാകുന്ന വിജ്ഞാനത്തിൽ ഇങ്ങനെ നമ്മുടെ പൂർവികരായ ആളുകൾ മദ്രസ പ്രസ്ഥാനം ആരംഭിച്ചപ്പോ ആ മദ്രസയിൽ അറബിയല്ലാത്ത കുറേ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അറബി കോളേജുകളിൽ മുമ്പ് പഠിച്ച ആളുകൾക്ക് അറബി ഭാഷയല്ലാത്ത കുറെ സംഗതികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അറബി കോളേജുകളിലുണ്ട്, പക്ഷെ അത് വേറെ ഡിപ്പാർട്ട്മെന്റാണ്. ഇംഗ്ലീഷ് മാത്രം നിലനിൽക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒക്കെ കൂടെ മറന്നുപോകാൻ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതാണ് സൂറത്ത് തൗബയിലെ 122 ആയത്ത്. നിങ്ങൾ ഒരു നാട്ടിൽ നിന്ന് മുഴുവൻ ആളുകളും ഒരുമിച്ച് അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടിയുള്ള യുദ്ധമുഖത്തേക്ക് പോലും പോകരുത്. ഒരു ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി പടച്ചട്ടി അണിഞ്ഞുകൊണ്ട് പോവേണ്ടി വന്നാൽ ഒരു നാട്ടിൽ നിന്ന് മുഴുവൻ ആളുകളും ടോട്ടലി പോകരുത്. മതത്തിൽ അവഗാഹമായ പാണ്ഡിത്യം നേടാൻ വേണ്ടി ഒരു പറ്റം ആളുകളെ ഓരോ വിഭാഗത്തിൽ നിന്നും തെരഞ്ഞു പിടിച്ച് നിങ്ങൾ മാറ്റിവെക്കണം. അതിന് കഴിവുള്ള, ബുദ്ധിയുള്ള ആളുകളെ. എവിടെയും അഡ്മിഷൻ കിട്ടാതെ വരുമ്പോ അവസാനം അറ്റ കൈക്ക് ഈ അറബി കോളേജിൽ പോയിക്കോ എന്നല്ല. ബുദ്ധിയും പ്രാപ്തിയും ശേഷിയും ശേഷിയുമുള്ള ആളുകളെ, അതിനുള്ള കഴിവുള്ള ആളുകളെ മാറ്റിവെക്കണം. കഴിവില്ലാത്ത ആളുകൾ എങ്ങനെ വളർന്നു വന്നാലാണ് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുക. എന്തെന്നറിയോ? തിരിച്ചു വരുമ്പോ അവർക്ക് മതം പറഞ്ഞു കൊടുക്കാൻ ആളുകൾ ഉണ്ടാവണം. പല വഴിക്ക് പോയ ആളുകളെ ഒരുമിച്ചിരുത്തിയിട്ട് മതം പഠിപ്പിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ആ സംവിധാനത്തിന്റെ ആദ്യത്തെ തട്ടാണ് പലപ്പോഴും നമ്മുടെ മദ്രസകൾ. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അതിന് 2ാം നമ്പറായി കാണുന്ന പശ്ചാത്തലങ്ങളൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് ഇത്തരത്തിലുള്ള ദീൻ നിലനിൽക്കാൻ ആവശ്യമായ അവഗാഹമായ പാണ്ഡിത്യമുള്ള ആളുകൾ ഇല്ലാതെ പോകുന്നു, കുറഞ്ഞു വരുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകിയ ഒരു മഹല്ലിന്റെ മെമ്പറിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, ആ കാലഘട്ടവും ഈ കാലഘട്ടവും ഒന്ന് താരതമ്യം ചെയ്യൂ നിങ്ങൾ. ഈ കുറഞ്ഞു വരുന്നു എന്നതിന്റെ തെളിവും തേടി വേറെ എവിടെയെങ്കിലും നമ്മൾ പോവേണ്ടി വരുമോ? ഉണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ വമ്പിച്ച പുരോഗതിയുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ ഈ വിഷയത്തിൽ കുറെ കൂടി ശ്രദ്ധ കാണിക്കണം എന്ന് വളരെ വിനീതമായി സാന്ദർഭികമായി ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാ വൽ അഖ്വാത്ത് ഊസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാം വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യം മനസ്സിലാക്കുകയും പഠിക്കുന്ന ഒരു സമൂഹമായി വളരാൻ അധ്വാനിക്കുകയും വളരാനും അതിൻ്റെ ഭാഗമാവാനും മനസ്സിൽ തോന്നലുകൾ ഉണ്ടാക്കി വെക്കുകയും ദൃഢനിശ്ചയം ചെയ്യുകയും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നെന്നെയും നിങ്ങളെയും ഒന്നുകൂടി ഞാൻ ഓർത്തുന്നു. ഇപ്പോൾ നമ്മൾ തീരുമാനമെടുക്കേണ്ട മറ്റൊരു സംഗതിയാണ്, ദുൽഹജ്ജ് മാസത്തിലേക്ക് കടക്കുന്നു. കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിനു മുമ്പ് എടുക്കേണ്ട ഒരു വിഷയമുണ്ട്, ഉളുഹിയ്യത്ത്.
സാമ്പത്തികമായ ശേഷിയുണ്ട്, എന്നാൽ അത് ചെയ്യുന്നില്ല എന്നവരെ കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഒരു കടുത്ത പദമുണ്ട്, പറയാൻ മടിയുള്ള പദമാണ് ശരിക്കും. വലാ തഖ്റുബന്ന മുസല്ലാന. അതിൻ്റെ ഗൗരവം ഓർത്ത ഭയങ്കര വലിയൊരു സംഭവമാണ്. വലാ തഖ്റുബന്ന മുസല്ലാന. പിന്നെ ഓൻ ഈദ്ഗാഹിലേക്ക് വരേണ്ടതില്ല. ഒരു 8,000 രൂപ ഉണ്ടായാൽ എത്രയാണോ നിശ്ചയിച്ചത്, ഒരു ഷെയർ നിശ്ചയിച്ചത്, ആ സംഖ്യ ഉണ്ടായാൽ ഒരാൾക്ക് ഉളുഹിയ്യത്തിന്റെ ഭാഗമാകാം. അപ്പൊ അങ്ങനെ സംഭവിക്കും. ഒരു ടൂർ പോവാൻ 10,000 ഫാമിലിയിൽ ചെലവഴിക്കുന്ന ആളുകൾ, എത്രയോ ആളുകൾ ഒരു ടൂർ, എല്ലാ ആഴ്ചയും ടൂർ പോകണം, എല്ലാ മാസവും ടൂർ പോകണം, അതിപ്പോ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലേക്കും ആവണം എന്നൊക്കെ ശഠിക്കുന്ന ആളുകൾക്ക് ആണ്ടിൽ ഒരു ഉളുഹിയ്യത്തിന്റെ ഭാഗമാകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഹദീസ് ഞാൻ പേടിച്ചു കൊണ്ടുകൂടി ഓതട്ടെ. വലാ തഖ്റുബന്ന മുസല്ലാന. അന്നത്തെ പെരുന്നാൾ നമസ്കാരത്തിൽ പിന്നെ അവൻ വരുന്നതിൽ അർത്ഥമില്ല. മെയ് 2 വരെ കമ്മിറ്റി അത് സ്വീകരിക്കുന്നുണ്ട്. ആരെ കയ്യിലാണ് കൊടുക്കേണ്ടതെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചിരുന്നു. ആ വിഷയം നന്നായി ഗൗരവത്തോടെ സ്വീകരിക്കണം എന്ന് ഉണർത്തുകയാണ്. നമ്മൾ കുറേ പ്രാർത്ഥിച്ചതാണ് ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി, അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി, അവിടുത്തെ ആളുകൾക്ക് വേണ്ടി. കുറെ കൂടി ഉള്ളു തുറന്ന് മനമുരുകി പ്രാർത്ഥിക്കേണ്ട അവസ്ഥ നിലനിൽക്കുകയാണ്. ദക്ഷിണഫയിൽ അഭയാർത്ഥികളുടെ തമ്പിലിന്റെ മേലെ ഈ കാട്ടാളന്മാരായ ആളുകൾ ബോംബ് വർഷിക്കുകയും എന്നിട്ട് പറ്റിയ ഒരു തെറ്റായി പോയി എന്ന്, ദുരന്തപൂർണമായ പിഴവ് എന്ന്, ബാക്കിയുള്ളതൊക്കെ ദുരന്തപൂർണമായ പിഴവ് എന്നത് ഒരു എന്താ പറയുക, അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിലെ ഒരു മഞ്ഞാല വർത്തമാനം മാത്രമാണ്, കൈശിലാവാൻ കരുതിക്കൂട്ടിയുള്ള ഇത്തരം സംഗതികൾ നടക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഏതായാലും നമ്മൾ പ്രാർത്ഥിക്കണം, നന്നായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഉണർത്തുകയാണ്. രാജ്യം ഒരു പുതിയ ചരിത്രത്തിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അടുത്ത വെള്ളിയാഴ്ച വരുന്നതിന് മുമ്പ് ചില സംഭവ വികാസങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയൊക്കെ വളരെ അധ്വാനിച്ച് ഒരുപക്ഷെ 2 വിഭാഗമായി നമ്മളിങ്ങനെ നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ വിധി വരും. കുറച്ച് മാന്യതയും പക്വതയുമൊക്കെ നമ്മളെല്ലാവരും ആ വിഷയത്തിൽ കാണിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും അതിന് മുമ്പിൽ നിൽക്കുകയും ചെയ്യണമെന്ന് ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ജനങ്ങൾ എടുത്തുപോയ തീരുമാനമാണ്, അതെന്തോ ആവാം, എന്തുമാവാം. ആ തീരുമാനം ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം, നമുക്ക് ഹൈറാവാം, ചിലപ്പോൾ ഷർറാവാം. പക്ഷെ എന്തായാലും ശരി, അതിൻ്റെ പേരിൽ അമിതമായ ആഹ്ലാദ പ്രകടനം കൊണ്ട് അലമ്പുണ്ടാക്കാതെ, അല്ലെങ്കിൽ ദേഷ്യവും ഓറയും തലയിൽ കയറിയിട്ട് അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക വികാരപ്രകടനങ്ങൾ ഉണ്ടാവാതെ നമ്മുടെ നാടിനെ പക്വതയോടുകൂടി കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. രാജ്യം മുസ്ലിം ഉമ്മത്തിനോട് കരുണയുള്ള ആളുകളുടെ കൈകളിൽ വരട്ടെ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന തുറന്നുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദുരിതമനുഭവിക്കേണ്ടി വരാത്ത, കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരാത്ത നാളുകൾ ഈ നമ്മുടെ രാജ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് ഉണ്ടാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ കഷ്ടപ്പെടുന്ന വിശ്വാസികളെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. മറ്റു 2 കാര്യങ്ങൾ ഉണർത്താനുള്ളത്. ഒന്ന്, നാളെ മദ്രസ പ്രവേശനോത്സവം നടക്കുകയാണ്. മദ്രസകളൊക്കെ നാളെ തുറക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ മദ്രസയിൽ വെച്ചാണ് ഇവിടുത്തെ മണ്ഡലം പ്രവേശനോത്സവം നടക്കുന്നത്. രാവിലെ 7:30 കഴിയുന്നത്ര ആളുകൾ ആ മഹൽ സംരംഭത്തിന് സാക്ഷികളാവാൻ അവിടെ ഉണ്ടാവണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. ജില്ലാ സാമൂഹ്യ ക്ഷേമ ഫണ്ടിലേക്കുള്ള കണക്ഷൻ ആവശ്യപ്പെടുന്നുണ്ടെന്ന്, അങ്ങനെ ഒരു പിരിവാണ് നടക്കുന്നത്. അതിൽ
നമ്മളുടെ കഴിവ് അനുസരിച്ച് സഹായിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാകട്ടെ. രാജ്യത്തിൻ്റെ വിഷയത്തിലും ഫലസ്തീനിൻ്റെ